നമസ്കാരം, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മസാല ബോണ്ടിൽ മുഖ്യമന്ത്രിക്കും തോമസ് ഐസക്കിനും KM എബ്രഹാമിനും ED നോട്ടീസ്. ചട്ടലംഘനം ഭൂമി വാങ്ങിയതിലെന്ന് ED. നോട്ടീസ് ലഭിച്ചവർ നേരിട്ട് ഹാജരാക്കേണ്ട. മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചത്. ഫിമ ചട്ടലംഘനമെന്ന് ED. EDയുടെ രാഷ്ട്രീയ കളി BJPക്കും UDFനും വേണ്ടിയെന്നും സ്ഥിരം കലാപരിപാടിയെന്നും തോമസ് ഐസക്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള നോട്ടീസ് മുഖ്യമന്ത്രിയെയും CPMനെയും ഭയപ്പെടുത്താനെന്ന് VD സതീശൻ. ഭയമില്ലെങ്കിൽ നോട്ടീസിന് മുഖ്യമന്ത്രി മറുപടി നൽകട്ടെയെന്ന് V മുരളീധരൻ. മസാല ബോണ്ടിലൂടെ സർക്കാർ ലാവ്ലിൻ കമ്പനിക്ക് പ്രത്യുപകാരം ചെയ്തെന്ന് രമേശ് ചെന്നിത്തല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സൈബർ അധിക്ഷേപം നടത്തിയ കേസിൽ രാഹുൽ ഈശ്വറിനെ പൗടിക്കോണത്തെ വീട്ടിൽ പരിശോധന പൂർത്തിയാക്കി. ലാപ്ടോപ്പ് കസ്റ്റഡിയിലെടുത്തു. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്ന് രാഹുൽ ഈശ്വർ. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തണമെന്നാണ് എന്നോട് ആവശ്യം. നിർത്തില്ല. ഗാന്ധി സുരക്ഷ നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല. പരാതിക്കാരിയുടെ പേര് വെളിപ്പെടുത്തിയ കേസിൽ ജാമ്യാപേക്ഷ നൽകി സന്ദീപ് വാര്യർ. പ്രതിപക്ഷ ബഹളത്തോടെ പാർലമെന്റ് ശൈത്യകാല സമ്മേളനത്തിന് തുടക്കം. ലോക്സഭാ നടപടികൾ തടസ്സപ്പെട്ടു. 2 മണിവരെ നിർത്തിവച്ചു. പാർലമെന്റിൽ നാടകമല്ല, രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ബലം നൽകുന്ന ചർച്ചകളാണ് വേണ്ടതെന്ന് പ്രധാനമന്ത്രി. SIR, വായു മലിനീകരണം ഉൾപ്പെടെ വിഷയങ്ങൾ അടിയന്തര പ്രമേയമാക്കി പ്രതിപക്ഷം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ. തനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ പരാമർശം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് V മുരളീധരൻ. ഇന്ന് ലോക എയ്ഡ്സ് ദിനത്തിൽ കേരളത്തിൽ നിന്നും പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട്. സംസ്ഥാനത്തെ കൗമാരക്കാർക്കും യുവാക്കൾക്കും ഇടയിൽ HIV വ്യാപനം കൂടുന്നു. പുതിയതായി കണ്ടെത്തിയ രോഗികളിൽ 15%, 15-നും 24-നും ഇടയ്ക്ക് പ്രായമുള്ളവർ. രോഗികളായ സ്ത്രീകളിൽ 90% ഗർഭിണികൾ. 62%-ലും അണുബാധ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ. കിഫ്ബിയുടെ മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ ED കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഫിമ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിയാണ് ED അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുൻ ധനമന്ത്രി തോമസ് ഐസക്, കിഫ്ബി CEO KM എബ്രഹാം എന്നിവർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. 3 വർഷത്തെ അന്വേഷണത്തിനൊടുവിലാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി മുൻപാകെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചത്. മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം കിഫ്ബി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചത് വിദേശ നാണയ വിനിമയ ചട്ടത്തിന്റെ ലംഘനമെന്നാണ് EDയുടെ കണ്ടെത്തൽ. 2019 9.72% പലിശ നിരക്കിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി 2150 കോടി രൂപ സമാഹരിച്ചത്. 2019 ജനുവരി 17 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ബോണ്ട് ഇറക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും നോട്ടീസ് നൽകിയത്. ശനിയാഴ്ചയാണ് മുഖ്യമന്ത്രിക്കൊപ്പം മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും കിഫ്ബി CEO KM എബ്രഹാമിനും നോട്ടീസ് ലഭിച്ചത്. നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ 3 പേർക്കും നോട്ടീസിന് മറുപടി നൽകാം. ഇരുപക്ഷവും കേട്ട ശേഷമായിരിക്കും അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി തീരുമാനമെടുക്കുക. കേസുമായി ബന്ധപ്പെട്ട മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് നേരത്തെ ED നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. EDയുടെ കൊച്ചി യൂണിറ്റാണ് കേസ് അന്വേഷിക്കുന്നത്. അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി നേതാക്കൾ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ കേസ് വീണ്ടും കുത്തിപ്പൊക്കുന്നുവെന്നാണ് തോമസ് ഐസക് പ്രതികരിക്കുന്നത്. BJPക്കും UDFനും വേണ്ടിയുള്ള EDയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. അവരുടെ സ്ഥിരം എല്ലാവരും വേണ്ടി കേട്ടിറങ്ങിയിരിക്കുക. മസാല ബോണ്ട് സംബന്ധിച്ച കേസ് വീണ്ടും കുത്തിപ്പൊക്കെ. മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്ക് ED നോട്ടീസ് അയച്ചത് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള മസാലയെന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറയുന്നത്. അതൊരു തമാശയാണ്, ഒരു ഒത്തുകളിയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി കേരള സർക്കാരുകളുടെ ഒത്തുകളിയാണ്. ഒരു പുതുമയില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മല എലിയാണ് പ്രസവിക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിലെ മസാല ബോണ്ടിൽ കേന്ദ്രത്തിൽ നിന്ന് അനുകൂല നിലപാടെടുപ്പിക്കുവാൻ മുഖ്യമന്ത്രിയും കൂട്ടരും പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നാണ് മുരളീധരന്റെ പ്രതികരണം.
മുഖ്യമന്ത്രിക്ക് ഇടയ്ക്കിടയ്ക്ക് നോട്ടീസ് കിട്ടുന്നുണ്ട് ഇഡിയുടെ. അത് ഇലക്ഷൻ എടുക്കുമ്പോൾ ഒന്നുകൂടെ BJPക്ക് അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആര് പൊക്കിയാലും കേരളത്തിലെ BJP പൊങ്ങില്ല. അത് മറ്റൊരു കാര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട BJPയുടെ നിർദ്ദേശപ്രകാരമാണ് ED മുഖ്യമന്ത്രിക്കും തോമസ് ഐസക്കിനും നോട്ടീസ് അയച്ചിരിക്കുന്നതെന്ന് മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചു. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന നോട്ടീസ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഇടപെടലാണ്. മസാല ബോണ്ടിൽ തുടക്കം മുതൽ ആശങ്ക ഉന്നയിച്ചിരുന്നുവെന്നും CJP ബന്ധം വിളക്കിച്ചേർക്കാനുള്ള കണ്ണിയായി ED നോട്ടീസ് മാറരുതെന്നും KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാമും പ്രതികരിച്ചു. CPMനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് സമ്മർദ്ദപ്പെടുത്തി BJPയോടൊപ്പം നിർത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥിരം നാടകമാണ് എങ്കിൽ. അമൃത ന്യൂസ്, കൊച്ചി. അതേസമയം എല്ലാ തെരഞ്ഞെടുപ്പിലും EDയുമായി ബന്ധപ്പെട്ട നടപടി വാർത്ത വരാറുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. BJPയുടെ രാഷ്ട്രീയ നിലപാടാണ് നോട്ടീസിന് പിന്നിൽ. മുഖ്യമന്ത്രിയോടുള്ള വെല്ലുവിളിയല്ല, കേരളത്തോടുള്ള വെല്ലുവിളിയാണ് നോട്ടീസിന് പിന്നിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ മസാല ബോണ്ടിൽ ED നോട്ടീസ് അയച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയെയും CPMനെയും ഭയപ്പെടുത്താനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. മുഖ്യമന്ത്രിക്കെതിരായ ED നോട്ടീസിൽ ഭയക്കുന്നില്ലെങ്കിൽ നോട്ടീസിന് മറുപടി നൽകട്ടെയെന്ന് V മുരളീധരനും പ്രതികരിച്ചു. എല്ലാ തെരഞ്ഞെടുപ്പിലും വരാറുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ട്, പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്, ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്തുകൊണ്ടാണ് ഈ ED കടലാസൊന്നും അയക്കാതിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പറയുമ്പോൾ കടലാസ് വന്നു എന്നുള്ളത് വ്യക്തമായി. ഇതെല്ലാം രാഷ്ട്രീയ കളിയല്ലേ. 1.5% പലിശയ്ക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇത് കിട്ടിയെടുക്കാൻ അപ്പോഴാണ് പോയി ഇത്രയും വലിയ പലിശയ്ക്ക് എടുത്തിരിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും ലംഘിച്ചുകൊണ്ടാണ്. മാത്രമല്ല SNC ലാവലിനുമായി ബന്ധമുള്ള CDPQ എന്ന കമ്പനിയിൽ നിന്നാണ് ഇത് ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലുമാണ് ഈ തീരുമാനം എടുത്തതെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും തോമസ് ഐസക്കിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ED മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയക്കുന്നത്. മുഖ്യമന്ത്രി സാധാരണ പറയാറുണ്ടല്ലോ, മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ ഭയക്കേണ്ട ആവശ്യമില്ല എന്ന്. അദ്ദേഹത്തിന് മടിയിൽ കനമില്ലെങ്കിൽ അദ്ദേഹത്തിനെ ഭയക്കുന്നു. കിഫ്ബി മസാല ബോണ്ടിൽ ED നോട്ടീസ് നൽകിയത് വലിയ കാര്യമായി കാണുന്നില്ല എന്ന് രമേശ് ചെന്നിത്തല. മുൻപും നോട്ടീസുകൾ വന്നതാണ്, പക്ഷേ അതെല്ലാം ആവിയായി പോയി. നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധമാണ് ഇതിന് പുറകിലെന്നും ചെന്നിത്തല ആരോപിച്ചു. SNC ലാവലിൻ കമ്പനിയുമായി ഇതിന് ബന്ധമുണ്ടെന്നും ഇക്കാര്യത്തിലും അന്വേഷണം വേണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. പബ്ലിക് ഇഷ്യൂ ആയിട്ടല്ല, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, അതാണ് എൻ്റെ പോയിന്റ്, ഇത് പ്രൈവറ്റ് പ്ലേസ്മെൻ്റായി CDPQ എന്ന് പറയുന്ന കാനഡയിലെ ലാവലിൻ കമ്പനിയിൽ നിർണായകമായ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഷെയറുള്ള കമ്പനിയാണ് ഇത് വാങ്ങിയത്. അപ്പം ഇത് മറച്ചു വെക്കുകയായിരുന്നു. ഈ CDPQവിന് മസാല ബോണ്ട് 9.72% കൊടുത്ത് മറച്ചു വെച്ചിട്ടാണ്. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാണ് ലണ്ടനിൽ പോയി മുഖ്യമന്ത്രി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് മസാല ബോണ്ട് പുറത്തിറക്കിയത്. മസാല ബോണ്ട് ഇടപാടിൽ കൂടിയ പലിശയ്ക്കാണ് സർക്കാർ വിദേശ വായ്പ സ്വീകരിച്ചതെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. പ്രതിപക്ഷം അന്ന് തന്നെ ഇതിനെതിരെ നിലപാടെടുത്തിരുന്നു. ഇതിലും കുറഞ്ഞ പലിശയ്ക്ക് രാജ്യത്തിനകത്തു നിന്ന് തന്നെ വായ്പ ലഭ്യമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ആ നിക്ഷേപം സ്വീകരിച്ചത് കൂടിയ പലിശയ്ക്കാണെന്നുള്ള വിമർശനമൊന്നുണ്ട്. അതിനെല്ലാം തോമസ് ഐസക് തള്ളിക്കളയാണ്. അതിനേക്കാൾ കുറഞ്ഞ പലിശയ്ക്ക് ഇവിടെ കിട്ടുമായിരിക്കും, പിന്നെ എന്തിനാണ് വിദേശ നിക്ഷേപം സ്വീകരിക്കുന്ന വിഷയമാണ്. അപ്പം അതിലെന്തോ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സൈബർ അധിക്ഷേപം നടത്തിയ കേസിൽ രാഹുൽ ഈശ്വറിൻ്റെ പൗടിക്കോണത്തെ വീട്ടിൽ പരിശോധന പൂർത്തിയാക്കി. രാഹുൽ ഈശ്വറിൻ്റെ ലാപ്ടോപ്പ് കസ്റ്റഡിയിലെടുത്തു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്ന് രാഹുൽ ഈശ്വർ പ്രതികരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തണമെന്നാണ് എന്നോട് ആവശ്യം. നിർത്തില്ല. ഗാന്ധി സുരേഷ നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല. ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താൻ ഓരോ ജില്ലയിലും പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചു. പരാതിക്കാരുടെ പേര് വെളിപ്പെടുത്തിയെന്ന കേസിൽ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ് സന്ദീപ് വാര്യർ. കൂടുതൽ വിശദാംശങ്ങളുമായി ദേവിക ചേരുന്നുണ്ട്. ദേവിക, രാഹുൽ ഈശ്വറിൻ്റെ വീട്ടിൽ പരിശോധന, എന്തൊക്കെ തെളിവുകളാണ് അന്വേഷണ സംഘം എടുത്തിരിക്കുന്നത്? മാത്രമല്ല
രാഹുൽ ഇപ്പോഴും കാണാമറയത്ത് തന്നെ. രാജേഷ്, ഞാനിപ്പോൾ ഉള്ളത് രാഹുൽ ഈശ്വറിന്റെ പൗടിക്കോണത്തുള്ള വീടിന് മുന്നിലാണ്. ഇവിടെ 2 മണിക്കൂറോളമായി, ഏകദേശം 2 മണിക്കൂറോളമായി തെളിവെടുപ്പ് നടക്കുകയാണ്. ഈ പരിശോധന ഏകദേശം പൂർത്തിയായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രാഹുൽ ഈശ്വറിനെ ഉടൻ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കും. അതിനുശേഷമായിരിക്കും ഇവിടെ നിന്നും വഞ്ചിയൂർ കോടതിയിലേക്ക് രാഹുലിനെ കൊണ്ടുപോകുക. ഈ യുവതി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി ആരോപിച്ച യുവതിക്കെതിരെ ഇത്തരത്തിൽ സൈബർ ഇടങ്ങളിൽ ആക്രമണങ്ങൾ കൂടുന്നു എന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങൾ കൂടുന്നു, സൈബർ അധിക്ഷേപങ്ങൾ കൂടുന്നു എന്ന യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വർ ഉൾപ്പെടെ ഉള്ള 6 പേർക്കെതിരെ ഇത്തരത്തിൽ സൈബർ പോലീസ് കേസെടുത്തത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിനെ ഇത്തരത്തിൽ വീട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആ ഒരു സമയത്ത് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത് ഈ ലാപ്ടോപ്പ് താൻ ഒളിപ്പിച്ചു വയ്ക്കുകയാണ് എന്ന കാര്യം തന്നെയാണ്. എന്തായാലും ആ ഒളിച്ചു വെച്ച ലാപ്ടോപ്പ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ യുവതിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങളുള്ള വീഡിയോ രാഹുൽ ഈശ്വർ ചിത്രീകരിച്ചത് ഈ വീട്ടിലെ തന്നെ സ്റ്റുഡിയോയ്ക്കുള്ളിൽ നിന്നാണ്. ഈ ലാപ്ടോപ്പ് ഈ ഒരു അന്വേഷണത്തിൽ വളരെ നിർണായകമാണ്. കാരണം ഈ ഒരു അധിക്ഷേപ പരാതിയിൽ ഈ ലാപ്ടോപ്പും മറ്റ് മൊബൈലും അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ദുരുപയോഗം ചെയ്തു എന്ന തരത്തിലുള്ള വകുപ്പുകളാണ് ഇത്തരത്തിൽ രാഹുൽ ഈശ്വറിനെതിരെയും മറ്റ് പ്രതികൾക്കെതിരെയും ഇത്തരത്തിൽ ചുമത്തിയിട്ടുള്ളത്. ഈ സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വഴി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉന്നയിച്ചു എന്നുള്ള വിവരവും പരാതിയും ഇത്തരത്തിൽ യുവതി നൽകിയിരുന്നു. എന്തായാലും ആ കാര്യത്തിലൊക്കെയാണ് ഇപ്പോൾ സൈബർ പോലീസ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. രാഹുൽ ഈശ്വറിന്റെ വീട്ടിൽ ഏകദേശം 11 കാലോടെ തുടങ്ങിയ പരിശോധനയാണ്. ഈ ഇത്രയും മണിക്കൂറുകൾ നീണ്ടിട്ടും ഈ പരിശോധന തുടരുകയാണ്. ഏകദേശം ഈ പരിശോധന അവസാനിച്ചു എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കുകയാണ്. ഈ പീഡന പരാതി നൽകിയ യുവതി ഈ പരാതിയുമായി രംഗത്തെത്തിയതിനെ തുടർന്ന് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ലുക്കൌട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിച്ചിരുന്നെങ്കിലും ഇതുവരെ പോലീസിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാനായിട്ടില്ല. അതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. എന്തായാലും അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തെ പിടികൂടാൻ സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. തൃശൂർ, കോയമ്പത്തൂർ, ബാംഗ്ലൂർ അടക്കമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായിട്ടുള്ള അന്വേഷണം തന്നെയാണ് നടത്തുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുമെന്ന് മനസ്സിലാക്കുന്നത്. രാജേഷ്, ദേവികയാണ് വിശദാംശങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് നടപടിയെടുത്തുവെന്നും പരാതിക്കാരിക്കെതിരായ സൈബർ ആക്രമണത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നും KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം പ്രതികരിച്ചു. ഒരു കുറ്റാരോപിതനെ സംബന്ധിച്ച് യഥാർത്ഥത്തിലുള്ള ഒരു സംരക്ഷണം ഒരുക്കുന്ന ഒരു കാര്യമല്ല. എന്നിട്ട് പോലും ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ അത്തരത്തിലുള്ളൊരു സംരക്ഷണത്തിനില്ല. നിയമ നടപടികൾ ഇപ്പോഴാണല്ലോ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലാണല്ലോ ഒരു പരാതി ഉയർന്നു വരികയും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് തന്നെ പോകട്ടെ എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ എക്കാലത്തിൽ സ്റ്റാൻഡ്. ഇതുപോലത്തെ ഏത് വിഷയത്തിലും സന്ദീപ് വാര്യർക്കെതിരായ സൈബർ അധിക്ഷേപ പരാതിയിൽ കേസെടുത്ത സംഭവത്തിൽ പ്രതികരിച്ച് VD സതീശൻ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും പാർട്ടി ഒന്നിനെയും പ്രതിരോധിക്കുന്നില്ല എന്നും VD സതീശൻ പറഞ്ഞു. പാർട്ടി നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. നിയമലംഘനം ആര് നടത്തിയാലും, തെറ്റായ കാര്യങ്ങൾ ആര് നടത്തിയാലും അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന പ്രശ്നമൊതുക്കുന്നില്ല. ഒരു പ്രതിരോധമില്ല, ഒരാൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രതിരോധമില്ല. തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ തെളിയട്ടെ. പ്രതിപക്ഷ ബഹളത്തോടെ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് തുടക്കം. ലോക്സഭാ നടപടികൾ തടസ്സപ്പെട്ടു. ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചു. രാജ്യസഭയിലും ബഹളം തുടരുന്നു. അതിനിടെ നാടകത്തിനുള്ള വേദിയല്ല, ഗുണപരമായ ചർച്ചകൾക്കുള്ള സ്ഥലമാണ് പാർലമെന്റെന്ന് പ്രധാനമന്ത്രിയുടെ വിമർശനം. രാജ്യസഭയിൽ ഉപരാഷ്ട്രപതിയെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്ത് വന്നു. SIR, വായു മലിനീകരണം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം സഭയ്ക്ക് മുന്നിലെത്തിച്ചു. വിശദാംശങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, പ്രതിപക്ഷ ബഹളം ഇന്നും ഉണ്ടായി, സഭ തുടങ്ങിയ ദിവസം തന്നെ ഉണ്ടായിരിക്കുന്നുണ്ട്. അത് നേരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഒരു മുന്നറിയിപ്പ് നൽകി. നാടകത്തിനുള്ള വേദിയല്ല, ഗുണപരമായ ചർച്ചകളാണ് വേണ്ടതെന്ന ഒരു നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നു. വിശദാംശങ്ങൾ. രാജേഷ്, സഭാ സമ്മേളനത്തിന് മുൻപ് തന്നെ പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ, അതായത് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പരാജയമടക്കം പ്രതിപക്ഷത്തിന് മുന്നിലുണ്ട്. ഇതെല്ലാം തന്നെ മറികടക്കാൻ, അതെല്ലാം തന്നെ ആ തോൽവി മറികടക്കാൻ, അതിന്റെ നിരാശ മറികടക്കാനുള്ള വേദിയായി സഭാ സമ്മേളനത്തെ മാറ്റരുത്, അതിനുള്ള അത്തരം നാടകങ്ങൾ അവതരിപ്പിക്കാനുള്ള സ്ഥലമല്ല സഭ എന്നുള്ളതാണ് പ്രധാനമന്ത്രി വിമർശനമായി മുന്നോട്ട് വെച്ചത്. അതിനിടയിൽ തന്നെ പ്രധാനമന്ത്രിക്കെതിരെ വിമർശനവുമായി പ്രിയങ്ക ഗാന്ധി MP രംഗത്തെത്തി. ആ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിന് എങ്ങനെയാണ് നാടകങ്ങളായി മാറുന്നത്? പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയാണ് MP മാർ സഭയിലേക്ക്
രേഖപ്പെടുത്തുന്നത്. ആ പ്രശ്നങ്ങൾ ഉന്നയിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് കോൺഗ്രസ് MP അടക്കം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതിശക്തമായ വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. മറ്റൊന്ന്, സഭാ സമ്മേളനം ആരംഭിച്ച സമയത്ത് തന്നെ ലോക്സഭയിൽ അതിശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. SIR അതുപോലെ തന്നെ വായുമലിനീകരണം, ഈ രണ്ട് വിഷയത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉയർന്നത്. SIR-മായി ബന്ധപ്പെട്ട് BLOമാർ ഉൾപ്പെടെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ നാടകമാണെങ്കിൽ എങ്ങനെയാണ് SIR ഒരു നാടകമായി മാറേണ്ടതല്ലേ? അങ്ങനെ നാടകമാണെങ്കിൽ എവിടെയാണ് ഈ നാടകത്തിന്റെ ഭാഗമായാണോ BLOമാർ ആത്മഹത്യ ചെയ്തതെന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. അതേസമയം തന്നെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തരുതെന്നും ഈ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യാം, പക്ഷേ അതിനുള്ള സമയം ഇതല്ല എന്നുള്ളതാണ് സഭാധ്യക്ഷൻ ഓം ബിർള വ്യക്തമാക്കിയത്. പക്ഷേ ഇതൊന്നും തന്നെ പ്രതിപക്ഷം ചെവിക്കൊണ്ടില്ല. തുടർന്നാണ് 2 തവണ സഭാ നടപടികൾ നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചിട്ടുണ്ട്, രാജ്യസഭയും 2 മണിവരെ നിർത്തിവെച്ചിട്ടുണ്ട്. പക്ഷേ രാജ്യസഭ പ്രതിപക്ഷ ബഹളത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞതാണ്. രാജ്യസഭയിലും പ്രതിഷേധം ഉണ്ടായിരുന്നു, പക്ഷേ ആ പ്രതിഷേധം SIR-മായി ബന്ധപ്പെട്ടല്ല. രാജ്യസഭാ അധ്യക്ഷൻ കൂടിയായ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനെ അനുമോദിച്ചുകൊണ്ടുള്ള നടപടിയാണ് ആദ്യം ഉണ്ടായത്. അതിനിടയിൽ തന്നെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇതിന് മുൻപത്തെ അധ്യക്ഷന്മാർക്ക് ശരിയായ രീതിയിൽ വിടവാങ്ങാനുള്ള അവസരം നൽകിയില്ല തുടങ്ങിയ പരാമർശങ്ങൾ മുന്നോട്ട് വെച്ചു. പക്ഷപാതമില്ലാതെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആവശ്യമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗമായി പറയാനുള്ളതെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. ഇതോടുകൂടി തന്നെയാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എണീക്കുകയും അദ്ദേഹം ഇതിന് മറുപടി പറയുകയാണ് ഉണ്ടായത്. ഇതിന് മുമ്പുള്ള അധ്യക്ഷന്മാരെ മാറ്റാൻ വേണ്ടി നോട്ടീസ് നൽകിയ ആളുകളാണ്, അവരെ അപമാനിക്കാനുള്ള നീക്കം നടത്തിയാണ്, വാക്കുകൾ കൊണ്ടുപോലും അപമാനിച്ചു. അത്തരം ആളുകളാണ് ഇത്തരം നിലപാടുകൾ മുന്നോട്ട് വെക്കുന്നതെന്നുള്ള വിമർശനം കൂടി ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. രാജേഷ്, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായിരുന്ന A. പത്മകുമാർ തനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ പറയുന്നു. ദേവസ്വം ബോർഡിന് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടുത്തരവാദിത്വമാണെന്നും ജാമ്യ ഹർജിയിലുണ്ട്. ഉദ്യോഗസ്ഥർ പിച്ചളപ്പാളികൾ എന്ന് എഴുതി താൻ അത് ചെമ്പ് പാളികൾ എന്ന് തിരുത്തുകയാണ് ചെയ്തത്. ചെമ്പ് ഉപയോഗിച്ചാണ് പാളികൾ നിർമ്മിച്ചത് എന്നതിനാലാണ് ഇങ്ങനെ എഴുതാൻ കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ. അന്വേഷണം 2 ദേവസ്വം പ്രസിഡന്റുമാരിൽ മാത്രം ഒതുക്കി നിർത്തുവാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും ദേവസ്വം മന്ത്രിയിലേക്ക് അന്വേഷണം നീങ്ങുന്നില്ലെന്നും മുരളീധരൻ പറഞ്ഞു. താൻ മാത്രമാണോ ഉത്തരവാദി എന്ന പത്മകുമാറിന്റെ ചോദ്യം ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്ത് നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ ക്ഷേത്രക്കൊള്ളയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത്. ആ ക്ഷേത്രക്കൊള്ളയുടെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് രാജ്യമെമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ. രാഹുൽ ഈശ്വർ ഇപ്പോൾ തെളിവെടുപ്പിന് ശേഷം പുറത്തേക്ക് വരുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. പരാതിക്കാരിയെ സോഷ്യൽ മീഡിയ വഴി അപമാനിച്ചു എന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത രാഹുൽ ഈശ്വറിൻ്റെ വീട്ടിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെത്തി ഡിജിറ്റൽ തെളിവുകളെല്ലാം ശേഖരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ തിരിച്ചു കൊണ്ടുപോകുന്ന തത്സമയ ദൃശ്യങ്ങൾ പോലീസ് വണ്ടിയിൽ കയറ്റിയതായാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇനി കോടതിയിലേക്ക് ആയിരിക്കും നിയമ നടപടികൾക്കായി കൊണ്ടുപോകുക. രാവിലെ മുതൽ തന്നെ രാഹുൽ ഈശ്വറിൻ്റെ വീട്ടിൽ പരിശോധന തുടങ്ങിയിരുന്നു. രാഹുൽ ഒരുപക്ഷെ പ്രതികരിച്ചേക്കുമെന്നാണ് സൂചന. പോലീസ് വണ്ടിയിൽ അദ്ദേഹത്തെ കയറ്റിയിട്ടുണ്ട്. മാധ്യമങ്ങൾ ഒരു പ്രതികരണത്തിന് പ്രതീക്ഷിക്കുന്നു. രാഹുൽ ഈശ്വറിൻ്റെ ഭാര്യയും ബന്ധുക്കളുമാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. വീടിൻ്റെ മുന്നിൽ നിന്നും ഉള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ച് പോസ്റ്റ് ഇടുകയും പരാതിക്കാരിക്കെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ പരാതിക്കാരിയെ വിമർശിച്ചു അല്ലെങ്കിൽ അധിക്ഷേപിച്ചു എന്ന പരാതിക്കാരുടെ തന്നെ പരാതിയിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വീട്ടിൽ പരിശോധന നടത്തുകയായിരുന്നു. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലാപ്ടോപ്പ് ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇനി വഞ്ചൂർ കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
വീട്ടിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ തന്നെ രാഹുൽ ഈശ്വർ പ്രതികരിച്ചിരുന്നു. ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ച് പോസ്റ്റുകൾ ഇടും എന്ന് മാധ്യമങ്ങളോട് തന്നെ പ്രതികരിച്ചതിന് ശേഷമാണ് രാഹുൽ ഈശ്വർ സ്വന്തം വീട്ടിലേക്ക് കടന്നുപോയത്. പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം, അന്വേഷണ ഉദ്യോഗസ്ഥരോടൊപ്പമാണ് രാഹുൽ ഈശ്വർ വീട്ടിലേക്ക് കടന്നു പോയത്. അതിനുശേഷം ഏകദേശം 2 മണിക്കൂറോളമുള്ള പരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ രാഹുലിനെ തിരിച്ചു കൊണ്ടുപോകുന്നത്. കോടതിയിലേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത. മാധ്യമങ്ങൾ ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷേ അതിന് പോലീസ് അനുമതി കൊടുക്കാൻ സാധ്യതയില്ല. സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ്. അർണേഷ് കുമാർ വിധിയുടെ നഗ്നമായ ലംഘനമാണ്. നഗ്നമായ ലംഘനമാണ്. കോടതിയുടെ അർണേഷ് കുമാർ വിധിയുടെ നഗ്നമായ ലംഘനമാണ്. ഇതുകൊണ്ടാണ് മെൻസ് കമ്മീഷൻ വേണ്ടത്. സുപ്രീം കോടതി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ നിയമ നടപടിയിലേക്ക് പോകും. അർണേഷ് കുമാർ വിധിയുടെ നഗ്നമായ ലംഘനമാണ്. സുപ്രീം കോടതിയുടെ അർണേഷ് കുമാർ വിധിയുടെ നഗ്നമായ ലംഘനമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം. സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ്. സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ്. സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ്. സുപ്രീം കോടതി വിധി അർണേഷ് വിധിയുടെ നഗ്നമായ ലംഘനമാണ്. സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമെന്നാണ് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പറയുന്നത്. 2-3 മണിക്കൂറോളം ഉള്ള തെളിവെടുപ്പിന് ശേഷമാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ കോടതിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഇനി ശബരിമല വാർത്തകൾ. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. സ്വാമിയേ ശബരിമലയിൽ ഇന്നലത്തേതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് രാവിലെ മുതൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് നടപ്പന്തൽ കഴിഞ്ഞ് നീണ്ട നിരയാണ് ദർശനം കാത്ത് ക്യൂവിലുള്ളത്. എം രാകേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ശബരിമലയിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പുലർച്ചെ 3 മണി മുതൽ തന്നെ നിരവധി ഭക്തരാണ് ദർശനം നടത്തുന്നതിന് വേണ്ടി നടപ്പന്തലിലും മറ്റുമായി ക്യൂവിലുണ്ടായിരുന്നത്. കൃത്യമായി തന്നെ ആളുകൾക്ക് ദർശനം നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ ആഴ്ച അവസാനമായപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് പുലർച്ചെ മുതൽ തന്നെ നിരവധി ഭക്തരാണ് ദർശനം നടത്തുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത്. ചേട്ടൻ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കോഴിക്കോട് നിന്ന്. എങ്ങനെയുണ്ട് ദർശനം നടത്താനുള്ള സൗകര്യമൊക്കെ? കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ട് പോയി. എപ്പോഴാണ് കയറാൻ തുടങ്ങിയത് മല? 4 മണിക്ക്. വലിയ ക്യൂ ഉണ്ടോ? കുറേ നേരം നിന്ന് പോകുന്നുണ്ടോ? ക്യൂ ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല. ഇന്ന് നീങ്ങി. സുഖമായിട്ടുള്ള യാത്രയാണ്. ഉണ്ടായിട്ടില്ല. എല്ലാതുകൊണ്ടും ക്ലിയർ ആയിട്ടാണ്. ക്യൂ ഉണ്ടെങ്കിൽ ശരി, അതൊക്കെ ക്ലിയർ ആയിട്ടാണ് പോകുന്നത്. ക്യൂ ക്ലിയർ ആയിട്ട് പോയിട്ടുണ്ട്. സ്പോട്ട് ബുക്കിംഗ് ചെയ്തിട്ട് വരേണ്ട ഒരു ബുദ്ധിമുട്ട് അവിടെ പോയിട്ട്, അത് മാത്രമേ ഉള്ളൂ. നിലയ്ക്കൽ പോയിട്ട് ബുക്ക് ചെയ്തിട്ട് വരണ്ട. അതുകൊണ്ട് രാത്രി മുഴുവനും കണ്ടിന്യൂസ് ഇതിലായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല, പോകുന്നുണ്ട്. അധികൃതർ കൃത്യമായി തന്നെ 70,000 പേർക്ക് ദർശനം നടത്തുന്നതിനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ബുക്കിംഗ് ക്രമീകരിച്ചിട്ടുണ്ട്. ആ ക്രമീകരിച്ച സമയത്തുള്ളൊരു ചെറിയ ബുദ്ധിമുട്ട് ഒഴിച്ചാൽ ബാക്കിയെല്ലാം തന്നെ ഈ ക്യൂവിൽ വന്നു കഴിഞ്ഞാൽ ക്യൂ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അല്ലാതെ ഭക്തർ കുറേ നേരം കാത്തു നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കുവൈറ്റിൽ നിന്നും നാട് കടത്തപ്പെട്ട കൊച്ചിയിൽ നിന്നും കാണാതായ സൂരജ് ലാമയുടെ കേസിൽ ഇടപെട്ട് ഹൈക്കോടതി. പോലീസിനോടും കളമശ്ശേരി മെഡിക്കൽ കോളേജിനോടും വിശദീകരണം തേടി കോടതി. കൊച്ചി നഗരത്തിൽ ആരെങ്കിലും കൊന്നിട്ടാൽ അറിയാവുന്ന സംവിധാനമുണ്ടോ എന്ന് ജസ്റ്റിസ് രാമചന്ദ്രൻ ചോദിച്ചു. വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുന്നുണ്ട്. രാജേഷ്, ജസ്റ്റിസ് രാമചന്ദ്രൻ സൂചിപ്പിച്ചത് വളരെ യാഥാർത്ഥ്യമാണ്, സത്യമുള്ളത് തന്നെയാണ്. അദ്ദേഹം സൂചിപ്പിക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? ഹൈക്കോടതി ഈ കേസിൽ നേരിട്ടിടപെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്? രാജേഷ്, വളരെ ദയനീയമായ ഒരു അവസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു മനുഷ്യനെ, അദ്ദേഹത്തിന്റെ ജീവന്റെ വിലയാണ് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. ഒരു മനുഷ്യനെ കാണാതായാൽ അദ്ദേഹത്തെ കണ്ടെത്തണമെന്ന ഒരു മാൻ മിസ്സിംഗ് പരാതി പോലീസ് സ്റ്റേഷനിലെത്തിയാൽ അടിയന്തരമായി ഏറ്റവും പ്രാധാന്യത്തോടെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് പോലീസിന്റെ കടമയാണ്. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ട് പോലും ഈ മൃതദേഹം കണ്ടെത്താൻ തന്നെ ഇത്രയും ദിവസം വൈകി എന്നുള്ളതാണ്. അതാണ് ഹൈക്കോടതി ചോദിച്ചത്. കൊച്ചി നഗരത്തിൽ, അതായത് ഏറ്റവും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ
സംവിധാനങ്ങൾ വേണ്ട, ഒരു ക്യാമറകൾ കണ്ണിലൂടെ പോകുന്ന ഒരു നഗരം. എന്നിട്ട് ഈ നഗരത്തിൽ പോലീസ് എന്ത് ചെയ്തു? ഇവരുടെ പരാതി സ്വീകരിച്ച് ആദ്യം അന്വേഷണം നടത്തിയില്ല. അതിനുശേഷം മകന് ഹൈക്കോടതിയിലെത്തേണ്ടി വന്നു. ഹൈക്കോടതി തന്നെ കർശനമായ നിർദ്ദേശങ്ങൾ നൽകി. എന്നിട്ട് പോലും അഴുകിയ ഒരു മൃതദേഹം അത് സംശയം തീർക്കാൻ DNA പരിശോധന നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നതുകൊണ്ടാണ് കോടതി, ഒരു ഭരണഘടനാ കോടതി പ്രധാനമായും ഈ കാര്യം, ഈ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്. ഇവിടെ ഈ നഗരത്തിൽ ഒരാളെ കൊന്നിട്ടാൽ പോലും അറിയുന്നില്ലേ, അങ്ങനൊരു സംവിധാനം ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചത്. ഏതായാലും ഇതിൽ കോടതി നിർദ്ദേശപ്രകാരം എന്തെല്ലാം ചെയ്തു എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വിശദീകരണമായി ചോദിച്ചത്. അഡ്വക്കേറ്റ് രാജേഷാണ് വിശദാംശം നൽകിയത്. ഇന്ന് ലോക എയ്ഡ്സ് ദിനം. കേരളത്തിൽ കൗമാരക്കാർക്കും യുവാക്കൾക്കും ഇടയിൽ HIV വ്യാപനം കൂടുന്നതായി കണക്കുകൾ. 2025 പുതുതായി കണ്ടെത്തിയ രോഗികളിൽ 15% 15 വയസ്സിനും 24 വയസ്സിനും ഇടയിലെന്ന് ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ് പുറത്തുവരുന്നത്. ആരോഗ്യരംഗത്ത് കേരളം ഏറെ മുന്നിലെന്ന് അവകാശപ്പെടുമ്പോഴാണ് എയ്ഡ്സ് എന്ന രോഗം ഇപ്പോഴും ഉന്മൂലനം ചെയ്യാൻ നമുക്കാകുന്നില്ല എന്ന് കണക്കുകൾ തെളിയിക്കുന്നത്. ദേശീയാടിസ്ഥാനത്തിലെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ രോഗികൾ കുറവാണെങ്കിലും അണുബാധയുടെ വ്യാപനം തടയാൻ നമുക്ക് ഇന്നും കഴിയുന്നില്ല എന്നത് ആശങ്കപ്പെടുത്തുന്നു. പുതുതായി രോഗബാധയുണ്ടാകുന്നവരിൽ കൗമാരക്കാരും യുവാക്കളും കൂടുതലായി ഉൾപ്പെടുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ്. 15-നും 24-നും ഇടയിൽ പ്രായമായ HIV ബാധിതർ കേരളത്തിൽ കഴിഞ്ഞ 4 വർഷമായി വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ കേരളത്തിൽ പുതുതായി കണ്ടെത്തിയ രോഗികൾ 4500-ഓളം ഉണ്ട്. ഇവരിൽ 62.6% പേരും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ രോഗബാധിതരായവരാണ്. സ്ത്രീകളായ രോഗികളിൽ 90% പേരും ഗർഭിണികളാണ് എന്നതും ഞെട്ടിപ്പിക്കുന്നു. കേരളത്തിൽ ഇതിന്റെ ഈ രോഗം പകരുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതലാണെന്ന് നാം മനസ്സിലാക്കുന്നു. HIV അണുബാധിതരായിട്ടും അതറിയാതെ അനേകം പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. HIV അണുബാധ ഉണ്ടായാലും വർഷങ്ങളോളം യാതൊരു പ്രകടമായ ലക്ഷണങ്ങൾ കാണിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ അണുബാധയായിട്ടുള്ളവരിൽ 95% വ്യക്തികളെങ്കിലും അവരുടെ HIV സ്റ്റാറ്റസ് അറിയുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം നിറവേറ്റേണ്ടത്. അണുബാധ കണ്ടെത്തിയവരിൽ 95% വ്യക്തികളെങ്കിലും ചികിത്സ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. രാജ്യത്ത് 25 ലക്ഷം ആളുകളാണ് HIV ബാധിതരായിട്ടുള്ളത്. 2024 മാത്രം 63,000 അണുബാധിതരെ കണ്ടെത്തി. കേരളത്തിൽ 38,300 പേർ HIV ബാധിതരാണെന്ന് കണക്കാക്കപ്പെടുന്നു. 2022 മുതൽ കേരളത്തിലെ കണക്കുകൾ പരിശോധിച്ചാൽ പുതുതായി രോഗം കണ്ടെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. രോഗത്തെക്കുറിച്ചുള്ള കൃത്യമായ അവബോധമുണ്ടെങ്കിലും കേരളത്തിൽ അതിഥി തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുന്നതും യുവാക്കൾക്കിടയിൽ ലഹരി ഉപയോഗം വ്യാപിക്കുന്നതും HIV-യുടെ ജാഗ്രത കൈവിട്ടു പോകാൻ കാരണമാകുന്നു. ജില്ലാടിസ്ഥാനത്തിൽ എറണാകുളവും തിരുവനന്തപുരവും തൃശൂരും കോഴിക്കോടുമാണ് അണുബാധിതരുടെ എണ്ണത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോഴും ഈ കണക്കുകൾ സർക്കാർ കേന്ദ്രങ്ങളിൽ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളവ മാത്രമാണ് എന്നതും ഓർക്കേണ്ടതുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കായിക വാർത്തകൾ നോക്കാം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ സൂപ്പർ പോരാട്ടത്തിൽ ആഴ്സണലിനെ 1-1 സമനിലയിൽ തളച്ച ചെൽസിക്ക് വേണ്ടി ട്രെവോ ചലോബയും ആഴ്സണലിന് വേണ്ടി മൈക്കൽ മെർണോയും ഗോളുകൾ നേടി. മത്സരത്തിൻ്റെ ഭൂരിഭാഗം സമയവും 10 പേരായി ചുരുങ്ങിയ ചെൽസിക്കെതിരെ വിജയം നേടാൻ ആഴ്സണലിന് സാധിച്ചില്ല. കളിയുടെ 37-ാം മിനിറ്റിൽ മാത്യു കൈസിഡോ ചുവപ്പ് കാർഡുമായി പുറത്താകുകയായിരുന്നു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.